വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്ന ഒരു ഡീപ്പ് പുൾ ബാക്ക് എടുത്ത ഏരിയ ആണ്. അതുപോലെ തന്നെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് ഡീപ്പ് പുൾ ബാക്ക് എടുത്തിട്ട് താഴോട്ടേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഏരിയനെയും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് 1 അവർ ചാർട്ടിലോട്ട് പോവാം. 1 അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇന്നലെ ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് ചെറിയ രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി ഒരു കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സാധ്യത കാണുന്ന ഏരിയനെയാണ് ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു. ബുള്ളിഷ് ക്യാൻഡിൽ ഒരുപാട് എൻഗൾഫിംഗ് ഒക്കെ തന്നു. ഇപ്പൊ മുകളിൽ പോയിട്ടൊരു ഇംബാലൻസിൽ നിന്ന് ഒരു ചെറിയ രീതിയിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ, ഈ ഒരു ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെയും മാർക്കറ്റ് പലതവണ വന്നിട്ട് റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓരോ തവണയും വന്ന് റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് പിന്നെ മുകളിലോട്ടൊന്ന് കയറി വന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി താഴോട്ടേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെയും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു എൻട്രി സാധ്യതകൾ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ലൈൻ, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻ ഇതാണ്. ഈ ലൈനിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം വലിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ, ഇറങ്ങി വന്ന് പ്രത്യേകിച്ച് ഈ ലൈനിന്റെ മുകളിൽ, ഈ ഒരു ലൈനിന്റെ മുകളിൽ നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ ആണ്. ഈ ഒരു ഹൈയിലേക്ക് എത്തും. അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മുകളിലോട്ട് പോയ മറ്റൊരു ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ വലിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംബാലൻസിൽ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏരിയ, അതായത് ഈ ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട്. മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ഇംബാലൻസ്, ഇന്നലെ എടുത്ത ഇംബാലൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാം. ഈ ഒരു ഏരിയയുടെ മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് വീണ്ടും കിട്ടിയെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു ബൈ എൻട്രി ഉള്ളത്. ഇനി ഒന്ന് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, എക്സ്പെഷ്യലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ ഇവിടെ നിന്ന് ഒരു ചെറിയ ക്വിക്ക് ആയിട്ടുള്ള ഒരു സെൽ എൻട്രി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലൈനിലേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യാനെങ്കിലും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സെൽ എൻട്രി ഉണ്ട്. മറ്റൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നൊന്ന് ബ്രേക്ക് ചെയ്തു, ക്യാൻഡിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഓപ്പോസിറ്റ് വീണ്ടും ക്യാൻഡിൽ കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഇംബാലൻസ് വരെയൊക്കെ നമുക്ക് ഒരു എൻട്രി സാധ്യത കിട്ടാനുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലുള്ള പ്രധാനപ്പെട്ട കീ ഏരിയാസും അതുപോലെ എൻട്രി സാധ്യതകളും. ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.